ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ആ 1 കിലോ ചക്കയുടെ കഷ്ണമാണ്. ഇത് നമ്മൾ നല്ലോണം ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിലിട്ട് അകവും പുറമൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നടുവൊന്ന് മുറിച്ച ശേഷം ഇതിൻ്റെ ഈ ചക്കയുടെ മുള്ളുള്ള ഭാഗമല്ലേ അത് കുറച്ചങ്ങ് ചെത്തിക്കളയുക. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങ് ചെത്തിപ്പോക്കും കേട്ടോ. ഇവിടെ ഇപ്പം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണമോ വില കാരണമോ ഞാൻ കുറച്ചേ ചെത്തിയിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ അങ്ങ് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടി അങ്ങ് ചെത്തി നുറുക്കിയിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം മേലെ നിന്ന് ഞാൻ കുറച്ച് ഭാഗം അങ്ങ് ചെത്തി പോക്കിയിട്ടുണ്ട്. അതിന് ശേഷം ആ ഭാഗവും ഞാൻ കുഞ്ഞ് അതും കൂടി ചെത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചുള സാധാരണ ചക്കയൊക്കെ ചെറുതാക്കിയിടുമ്പോൾ തന്നെ അങ്ങ് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഇത് ചുളയ്ക്കൊന്നും തീരെ കട്ടിയില്ല കേട്ടോ, വെറുതെ പൈസ പോയതാണ്. എന്നാലും വേണ്ടിയുള്ള ഒരാഗ്രഹത്തിന് വേണ്ടി വാങ്ങിയതാണ്. ഞാനിവിടെ ഇത് മുഴുവനും ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരു കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അത്രയ്ക്കേ ഉള്ളൂ. കുരു വേറെ കറിയൊന്നാക്കാൻ മാത്രമൊന്നുമില്ല. അതുകൊണ്ട് കുരു മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകിയെടുത്ത കുക്കറിലേക്ക് ഈ റെഡിയാക്കി വെച്ച ചക്കയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങയും 5-10 കാന്താരി മുളകും 2 വെളുത്തുള്ളി, 4 ചുവന്നുള്ളി, 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചതച്ചെടുത്ത ഈ അരപ്പ് ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനിവിടെ ചക്കയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം മൂപ്പൊന്നും ഇല്ലാത്തൊരു ചക്കയാണ്, അതുകൊണ്ടാണ് ഇതേപോലെ കാണാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു വറ്റൽ മുളകും മുറിച്ചിട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ച ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. ഒരാഗ്രഹത്തിന് കഴിക്കാനുള്ള ചക്കപ്പുഴുക്ക് റെഡിയായി മക്കളെ.